എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT, NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ വിഷയം കോൺഗ്രസിലെ പിളർപ്പ് അഥവാ സൂറത്ത് സ്പ്ലിറ്റ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടം സംഘടനയുടെ പിളർപ്പിലാണ് പര്യവസാനിച്ചത്. ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം ഇരു വിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചുവെങ്കിലും ഈ ഐക്യം താൽക്കാലികമായിരുന്നു. 1906 കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിക്ക് വേണ്ടി ഇരു കൂട്ടരും വീണ്ടും ഏറ്റുമുട്ടി. സാർവാദരണീയനായ ദാദാഭായ് നവറോജിയെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തുകൊണ്ട് കോൺഗ്രസ് ഈ തർക്കം പരിഹരിച്ചത്. മിതവാദികളുടെ ചില നീക്കങ്ങൾ തീവ്രവാദികളുമായി പ്രത്യക്ഷ ഏറ്റുമുട്ടലിന് ഇടയാക്കി. കോൺഗ്രസിൻ്റെ അടുത്ത സമ്മേളനത്തിൻ്റെ വേദി അവർ നാഗ്പൂരിൽ നിന്ന് മിതവാദികൾക്ക് പ്രാമുഖ്യമുള്ള സൂറത്തിലേക്ക് മാറ്റി. തിലകനെ അവഗണിച്ചുകൊണ്ട് റാഷ് ബിഹാരി ബോസിനെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കാനും അവർ കരുക്കൾ നീക്കി. മിതവാദികളുടെ ഈ നടപടികൾ തീവ്രവാദികളെ ക്ഷുഭിതരാക്കി. സൂറത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മിതവാദികളെ നേരിടാൻ തന്നെ അവർ തീരുമാനിച്ചു. 1907 ഡിസംബർ 26 സൂറത്തിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനം നിരവധി നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒന്നാം ദിവസത്തെ യോഗം തീവ്രവാദികൾ ബഹളം വച്ചതിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു. ഈ ദിവസത്തെ യോഗത്തിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട റാഷ് ബിഹാരി ബോസ് പ്രസംഗിക്കാനായി എഴുന്നേറ്റപ്പോൾ തിലകൻ അധ്യക്ഷ വേദിയിലേക്ക് ഓടിക്കേറി. സമ്മേളന പന്തലിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ കായികമായി ഏറ്റുമുട്ടലും ആരംഭിച്ചു. ചെരുപ്പുകളും കസേരകളും ലാത്തികളും പാറിപ്പറന്ന് സമ്മേളനം അലങ്കോലമായി. കോൺഗ്രസിൻ്റെ സമ്മേളനം താൽക്കാലികമായി ഉപേക്ഷിക്കപ്പെട്ടു. തീവ്രവാദികൾ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി. ഇതോടെ കോൺഗ്രസ് ഔദ്യോഗികമായി പിളർന്നു. മിതവാദികൾ സംഘടനയെ പിടിച്ചടക്കി. കോൺഗ്രസിൻ്റെ പിളർപ്പ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. കോൺഗ്രസിനെയും ദേശീയ പ്രസ്ഥാനത്തെയും അത് ദുർബലപ്പെടുത്തി. മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ യോജിച്ച പോരാട്ടം അസാധ്യമായി മാറി. കോൺഗ്രസിലെ പിളർപ്പ് ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാനായി ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം അവർ സമർത്ഥമായി പ്രയോഗിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ പാർട്ടി വ്യവസ്ഥ അഥവാ പാർട്ടി സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത് സൂറത്ത് പിളർപ്പായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.